നമ്മൾ പണ്ടത്തെ കാലത്താണെങ്കിൽ ഓക്കെ സ്പീച്ച് തെറാപ്പിയൊക്കെ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് പറയും. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഓട്ടിസത്തിൻ്റെ ഇൻസിഡൻസ് ഈസ് 1 in 38 ചിൽഡ്രനിൽ ഒരാൾക്ക് ഓട്ടിസം ഉണ്ട്. അത്രയും കൂടുതൽ ഇൻസിഡൻസ് ഉള്ളപ്പം നമ്മളൊരു സ്പീച്ച് ഡിലേ വരുമ്പം അതിൽ മോർ ചാൻസസ് ഓഫ് ഓട്ടിസം ആണ് റാദർ ദാൻ ജസ്റ്റ് ഡിലേ. നമ്മൾ ജസ്റ്റ് പോയി അത് സ്പീച്ച് ശരിയായിക്കോളും അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. വി ഹാവ് ടു ഗോ ടു എ പ്രൊഫഷണൽ ആൻഡ് ഗെറ്റ് ഇറ്റ് ഡയഗ്നോസ്ഡ് ഓർ ഇവാലുവേഷൻ അറ്റ്ലീസ്റ്റ് ചെയ്യണം. ഏത് ഡെവലപ്മെന്റൽ ഡിസോർഡർ എടുത്താലും ഓട്ടിസം ആയാലും ADHD ആയാലും എനി ഓഫ് ദ ന്യൂറോ ഡെവലപ്മെന്റൽ അതിന് ഏർലി ഡിറ്റക്ഷൻ ആണ് മെയിൻ ട്രീറ്റ്മെൻറ്റ്. സോ ഇനീഷ്യലി തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആദ്യം ഉറപ്പ് വരുത്തുക ഇത് ഓട്ടിസം അല്ല അല്ലെങ്കിൽ ഇത് ന്യൂറോ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലം അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യുന്നതിൽ കാര്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നമുക്ക് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ടൈമാണ് ഈ ഏജ്. ലൈക്ക് 1.5 ഈ സിംറ്റംസ് ഒക്കെ അപ്പിയർ ചെയ്യുന്നത്. 1.5 to 3 years ആണ് ബ്രെയിൻ നല്ലോണം വളരുന്ന സമയം. സോ ഈ സമയമാണ് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം കൊടുക്കേണ്ടത്. ഈ സമയത്ത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിനെ ഓട്ടിസത്തിനെ ഇംപ്രൂവ് ചെയ്യാനോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സക്സസ്സിനെ ബാധിക്കും. നമുക്ക് അത്രയും നല്ല റിസൾട്ട്സ് കിട്ടില്ല. സോ ഇറ്റ് ഈസ് ഓൾവേസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സ്പീച്ച് ഡിലേ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എവാലുവേറ്റഡ് ബൈ എ പ്രൊഫഷണൽ. ആൻഡ് ദീസ് പ്രൊഫഷണൽസ് മെയിൻലി നമ്മൾ പീഡിയാട്രീഷ്യൻസ് റെഫർ ചെയ്യുക സാധാരണ. ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യൻ, ന്യൂറോളജിസ്റ്റ്, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഉണ്ട്, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റും ബിഹേവിയർ തെറാപ്പിസ്റ്റും സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ്. ഇവരെല്ലാവരും കൂടി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കോംപ്രിഹെൻസീവ് പിക്ചർ ഓഫ് ഡെവലപ്മെൻറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരാൾ അടുത്ത് പോയി ഒരു അസസ്മെൻറ്റ് ചെയ്തു, അപ്പം നമുക്ക് സ്പീച്ചിനെ പറ്റി അറിയാൻ പറ്റും, പക്ഷേ നമുക്ക് സെൻസറി ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ സെൻസറി ഇഷ്യൂസ് ഇല്ല ബട്ട് സ്പീച്ചിനെ പറ്റി അറിഞ്ഞിട്ട് നമുക്ക് സെൻസറി ഇഷ്യൂസ് അറിയുന്നില്ലെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാവില്ല. ആ പ്രോബ്ലം ഇല്ല എന്ന് വിചാരിക്കും നമ്മൾ. അങ്ങനെ വരുമ്പം ഈ ഓട്ടിസത്തിൻ്റെ ഡയഗ്നോസിസ് തന്നെ ചെയ്യാൻ പറ്റാതെയാവും. സോ ദാറ്റ് ഇസ് വൈ ഈ മൾട്ടി ഡിസിപ്ലിനറി ടീമിൻ്റെ ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.